കോട്ട നമുക്ക് കോട്ട നമുക്ക് നെരുപ്പോട് താണ്ടി നെരിപ്പോട് തനിച്ചു പോവാനാ പറയുന്നേ, എന്നെ വിളിച്ചേക്കരുത്. സൂര്യൻ മറയ്ക്കും ദണ്ടുടയ്ക്കൂ. സൂര്യൻ മറയ്ക്കൂ ദണ്ടുടയ്ക്കൂ. ഇതെല്ലാം നീ ശരിയായി ചെയ്താൽ ലക്ഷ്യത്തിലെത്തിച്ചേരും. ഇതൊക്കെ എവിടെ ചെന്നെത്തുവോ എന്തോ. കഥ കടച്ചു കളഞ്ഞല്ലോ. ഇതിലും നല്ലതാ മൂപ്പിന്ന് കഥ തുറക്കാതിരുന്നാ മതിയായിരുന്നു. കൊടങ്കി, എന്തോ മണ്ടന്മാർ ഒരുപാട് സംസാരിക്കും, ഓ അർത്ഥം കുറവായിരിക്കും. ഓഹോ, വിവരമുള്ളവർ കുറച്ച് സംസാരിക്കും, അർത്ഥം ഒരുപാടുണ്ടായിരിക്കും. കുറച്ച് സംസാരിച്ചോട്ടെ, പക്ഷെ ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാതെ പ്രാന്തമാരെ പോലെ ആരെങ്കിലും സംസാരിക്കുമോ? അവന്റെ ചാണത്താല മുഴുവനും ആവത്തുപ്പി നാശമാക്കി. നാക്ക് ശരിയല്ലേ ഇങ്ങനെ ഇരിക്കും. ചേട്ടാ, ഇപ്പോഴാ ചേട്ടൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. കരടി കാർക്കിച്ചു തുപ്പിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാ ഒരാമ ഇങ്ങനെ കാർക്കിച്ചു തുപ്പിയത് നേരിട്ട് കാണുന്നത്. ഇന്നാ വാങ്ങിച്ചോളൂ. ഒരു കഷ്ണം മതി, ഒരു ദിവസത്തേക്ക് മതിയാവും. അല്ല, ആൽഫ ബീറ്റ ഗാമയുടെ ഗാമ സോമന്റെ അടുത്ത് ഇപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നിങ്ങളോ? ഞാനും കഴിച്ചു. ഞാൻ കണ്ടതിൽ വെച്ച് ഈ മഹാലോകത്ത് നിങ്ങളുടെ ഈ മിഴിയഴക് വേറൊരു സ്ത്രീക്കുമില്ല. അവർ ഇതിനു വേണ്ടി എന്തോന്നിരിക്കുന്നത് അവളോട് പറയാൻ? എന്നിട്ട് അവളെ കണ്ണിലോട്ട് നോക്കി കവിതയും. അയ്യോ, എന്തിനാ കരയുന്നേ? ഈ സൗന്ദര്യം കണ്ടപ്പോ തന്നെ എന്റെ ഹൃദയം രണ്ടായി പിളർന്നുപോയി. അതെ ഗാമ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. സോമ, കാമ, സോമ, കാമ. ഇനി ഉമ്മ കൊടുക്കാത്തന്റെ കുഴപ്പം കൂടെ ഉള്ളു. അതിനു കൂടെയുള്ള യോഗ്യത നിനക്കില്ലല്ലോ, മിണ്ടാതിരിക്കും. പകുതി പാലവേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ എങ്ങനെ അക്കരയ്ക്ക് പോകുമെന്ന് പറ. കണ്ടാ നരകത്തിൽ പോകുന്ന പോലെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പോകും? നിങ്ങൾ പറയുന്നതിനും തെറ്റൊന്നുമില്ല. ബാക്കി പാലം കെട്ടി കഴിയുമ്പോഴേക്കും വർഷങ്ങൾ കഴിയും. ഞാനൊന്ന് പറയട്ടെ, ശൂരൻ നമ്മളെ പൊക്കിക്കൊണ്ടുപോയാലോ? നമുക്ക് പോകാം. അവരെ ആരാ പൊക്കിക്കൊണ്ടുവരുന്നത്? കാല് തെറ്റി വീണാൽ കർമ്മം ചെയ്യാൻ പോലും വസ്തു കിട്ടില്ല. പേടിപ്പിക്കാൻ വേണ്ടി കൂടെ വരുമല്ലേ? പാറ ഉരുട്ടു പാത തുറക്കും, പാറ ഉരുട്ടു പാത തുറക്കും. കുഴി ചാടിക്കാനുള്ള പരിപാടിയാണോ? പാറ ഉരുട്ടു പാത തുറക്കും. എവിടെ പാറ? ഇതെന്താ നവഗ്രഹങ്ങളെ ചുറ്റുന്ന പോലെ ചുറ്റുന്നേ? ഇവന്റെ കറക്കം കണ്ടിട്ട് എന്റെ തല കറങ്ങുന്നല്ലോ. എന്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ഈ കല്ലെടുത്തോണ്ട് പോയി ആ കുഴിയിലിടണം. അങ്ങനെ തന്നെ. മരുത സൂക്ഷിച്ച്. ഇതെന്താ ഭൂമി മൊത്തം കുലുങ്ങുന്ന പോലെ ഉണ്ടല്ലോ. വന്നല്ലോ. എന്താ ഇത്? പാലം പാലം പാലം.
ഏത് ദിശയിലേക്ക് പോകണമെന്ന് അറിയില്ലല്ലോ. ദേ അങ്ങോട്ട് നോക്കടാ, ചെങ്കലത്തി പുകയില്ല. മറുതീര, ഇത് വഴി കാണിക്കുന്ന അപൂർവമായ ഇലയാ. കാമ പുസ്തകം എടുക്ക്. ആ എടുക്ക്. ആ അതെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഇല കൊണ്ട് പി പി ഉണ്ടാക്കി ഊതിയാ കാറ്റ് വരുവോ? ഞാൻ വല്ല വിളിച്ചു പറയുവേ. പി പി ഉണ്ടാക്കി ഊതിയാൽ പച്ചത്തവള നമുക്കൊന്ന് വഴി കാണിച്ചു തരുവന്നേ. അതെ, തലവനല്ലേ വഴി കാണിക്കേണ്ടത്. തവള എങ്ങനെയാ വഴി കാണിക്കുന്നേ? ശരിക്കുമുള്ള വഴി തലവൻ കാട്ടിയാലെന്താ, തവള കാട്ടിയാലെന്താ? ഇങ്ങനാണോ ഊത്തൂതുന്നത്? ദോ അവിടെ പച്ചത്തവള ഊതിയപ്പോഴത്തേക്ക് മേഘം വന്നല്ലോ. ആ കേട്ട് കേട്ട് കേട്ട്. മറുതീര, ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ തവളയോട് വഴി ചോദിക്ക്. വേതാളക്കോട്ടയിലേക്ക് എങ്ങനെയാ പോവണ്ടേ? മറുതീരാ, തവളെ ഓടിക്കല്ലേ. എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. ദാ നോക്ക്, പച്ചത്തവള മുന്നിൽ വരും. അവന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ് ശാന്തി മുഹൂർത്തം കഴിയാത്ത ഏകപത്നി വ്രതമുള്ള ഒരുത്തൻ വന്ന് വഴി ചോദിച്ച് ആ തവളയുടെ പുറം നോക്കി അമർത്തിക്കൊണ്ട് നക്കിയാൽ നക്കണോ? വഴി കാണിക്കും. അത്രേ ഉള്ളു. ഇവൻ എന്തിനാ ഊത്തന്റെ നേരെ നോക്കി ഊതുന്നേ? താരകയുടെ കൂടെ കൊഞ്ചി കളിച്ചോണ്ടിരിക്കേണ്ട സമയത്ത് ഈ തവളയുടെ മുതുകത്ത് നക്കണം പോലോ. താമസിപ്പിക്കാതെ അങ്ങോട്ട് നക്കി ഒന്ന് കേട്ടോ. ഓടി അവിടുന്ന്. ഒന്ന് നക്കുന്നേ. ഒന്ന് വേഗം നക്ക്. ഒന്ന് ചുമ്മാ ഇരുടാ. എന്തുവാടാ ഇത്? അമ്പലത്തിൽ നിന്ന് തരുന്ന പാൽപ്പായസോ നക്കി നക്കി കുടിക്കാൻ? പാമ്പ് തിന്നുന്ന തവളയാടാ. പാമ്പൊന്നും ദേഷ്യപ്പെടില്ല. ഛെ, ഒന്ന് നക്ക്. നക്ക് ചേട്ടാ നക്ക്. താരകേ, പച്ചത്തവളെ, വേതാള വഴി എവിടെ? ഇതെന്താ ഇങ്ങോട്ട് നോക്കി കാണിക്കുന്നേ? ആഹാ, ആ ദിശയിലേക്കാണോ? പച്ചത്തവള കലക്കി. ഇതിലല്ലേ ശക്തി മരുന്നുള്ളത്? ഇതെടുക്കാതെ എങ്ങോട്ടാ പോകുന്നേ?
ആരാണ് നിങ്ങള്? നീയാരാ? രാജകുമാരി എന്താ ഇവിടെ? രാജകുമാരിയ? പറയൂ. നിങ്ങളാരാ? നിങ്ങളുടെ രാജകുമാരിയെ പുലി ഓടിക്കുന്ന സമയത്ത് പുളിങ്കുരു പെറുക്കാൻ വേണ്ടി പോയതാണോ? അയ്യോ, അത് സേനാധിപതിയാ. ഇദ്ദേഹമാണ് എന്നെ കരിമ്പുലിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്. ഞാൻ വേതാളക്കോട്ടയുടെ സേനാധിപതി ജലതരംഗൻ. ഈ ജലതരംഗൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. നീയാരാ? ഞങ്ങൾ ഹിമാലയ താഴ്വരയിലുള്ള കാങ്കരി ദേശത്തുനിന്ന് വരുന്ന വേതാളങ്ങളാ. കണ്ടില്ലേ? കണ്ടെല്ലാം. ഞാൻ ആ ദേശത്തിലെ മൂലിക രാജകുമാരനാണ്. പൊതുവെ ഞാൻ പുലിയെ കൊണ്ടാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. പുളിക്കുരു കൊണ്ടല്ല, സത്യമായ പുലിപ്പാല് കൊണ്ട്. ഈ ജലതരംഗന് പുലിമരുന്നോ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വേതാളക്കോട്ടയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് കൊണ്ടുവന്നേ. ഇനി ഈ പുലിമരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് മാത്രം നോക്കിയാലും. അപ്പോൾ നിന്നെ ഞാൻ തന്നെ കോട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകണം. നിങ്ങൾ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിലും ഞാൻ അവിടെ എത്തും. എല്ലാ പരിശോധനയും കഴിഞ്ഞു. ഭാണ്ഡത്തിലുള്ളത് ഔഷധച്ചെടികളും അതിന്റെ വേരുകളുമാ. ഒരു സിദ്ധനെന്തിനാണ് ആയുധം? വാളുറയിലിടൂ. ശക്തി മരുന്നല്ല അവര് കൊണ്ടുപോയി. ഇനി പല്ലില്ലാത്ത പാമ്പിനെ പോലെ നമ്മള്. എന്തായാലും നനഞ്ഞോ? ഇനി നമുക്ക് കുളിച്ചു കയറാം. ഇതെന്തു വലുതാ. മറുതീരാ, മുഖത്തിൽ പേടി കാണിക്കാതെ സംസാരിക്കേ. എന്താ എന്ത് പറ്റി? മാനം ഇടിഞ്ഞു വിടാനും മുഖത്ത് പേടി വരരുത് എന്ന് അവൻ പറയുന്നത്. ആരാണ് ഇവരൊക്കെ? പരിതാപം തോന്നുന്നല്ലോ കണ്ടിട്ട്. അപ്പൊ നമ്മളെ ഒന്നും ചെയ്യില്ല. ഇതെന്തോ? ഇവിടെ ഈ അമ്മച്ചി മഹാറാണിയാണ് അതോ മന്ത്രവാദിയാണ്? ഇവരൊക്കെ എവിടുന്നാണ് വന്നിരിക്കുന്നത്? റാണി ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങള് കാങ്കണി ദേശത്തുനിന്ന് മരുന്നുകളുടെ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റാണി, ഞാൻ മൂലിക രാജകുമാരൻ മരുതീരൻ. ഇവിടെ രക്തം ഛർദ്ദിക്കുന്ന രോഗത്താൽ മാസത്തിൽ 3 പേര് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് വൈകി വന്നിരിക്കുന്നത്? വരുന്ന വഴിക്ക് വയറിളകി പറഞ്ഞാലോ? എന്തിനാണ് കാണുന്നത്? എന്തിനാണ് ഇവര് നമ്മളെ
ഈ കൊട്ടാരം കറക്കി കാണിക്കുന്നേ? പറയൂ രാജകുമാര. രാജകുമാരിയോടൊത്തു വരുമ്പോ കഴുകമലയിൽ വെച്ച് ഞാനിവരെ കണ്ടുപിട്ടി. കരിമ്പുലിയുടെ അടുത്ത് നിന്നും രാജകുമാരിയെ രക്ഷിച്ചത് ഈ രാജകുമാരനാണോ? ഞാൻ അറിഞ്ഞു. സന്തോഷം. എന്തു പറ്റി? പറയൂ, എന്താണ് ഇത്ര വൈകിയത്? റാണി, ഞങ്ങളുടെ കാങ്കരി ദേശത്തെ ഭയങ്കര കൊടുങ്കാറ്റ്. അതുകൊണ്ട് മരുന്ന് ചെടികളെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു. അതാ താമസിച്ചത്. മരുന്ന് തയ്യാറാക്കുവാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടിവരും? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുലക്കണേ. യമുന റാണി,